ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി പതിവ് പോലെ പുലർച്ചെ കണ്ണനെ പൂജിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ വിചിത്ര അനുഭവം ഉണ്ടായി. കണ്ണന്റെ കവിളിൽ ഒട്ടിയിരുന്ന ഒരു പൂവ് മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു നിന്നു. തീർത്ഥം തളിച്ച് നന്നായി ഉറച്ച് ചുരണ്ടി ഒടുവിൽ പൂവ് എടുത്തു. ഉച്ചപൂജ കഴിഞ്ഞ ശേഷം മേൽശാന്തിക്ക് കയ്യിൽ വേദന തുടങ്ങി. വൈദ്യൻ മരുന്ന് കൊടുത്തെങ്കിലും വേദന മാറിയില്ല. അപ്പോൾ അത്ഭുതകരമായി ഒരു മനോഹര ശബ്ദം തിരുമേനിക്ക് മാത്രം കേട്ടു. മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു, മേൽശാന്തി, ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? എന്റെ കവിളിൽ നിന്ന് പൂവ് നുള്ളിയപ്പോൾ എനിക്ക് വേദനിച്ചു, അതിനാൽ കുറച്ച് വേദന തിരികെ തന്നു. കണ്ണന്റെ കവിൾ ചുവന്നിരിക്കുന്നു. അപ്പോൾ മേൽശാന്തി കരഞ്ഞു പറഞ്ഞു, കണ്ണാ, എന്നെ ക്ഷമിക്കണേ. കണ്ണൻ സ്നേഹത്തോടെ മേൽശാന്തിയുടെ കൈതൊട്ടു മന്ദഹസിച്ചു. ഇനി വേദന മാറും എന്നു പറഞ്ഞു അപ്രത്യക്ഷനായി. അതിന്റെ പിന്നാലെ വേദന ഇല്ലാതായി. മേൽശാന്തി പറഞ്ഞു, എന്റെ കണ്ണൻ ആണ് വേദന മാറ്റിയത്. ഈ കഥ നമ്മോട് പറയുന്നു, ഭഗവാനെ ഒരു കല്ലോ ശിലയോ ആയി കാണരുത്. ആത്മസർപ്പണമുള്ള ഭക്തി അത്ഭുതങ്ങൾ ഉണ്ടാക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ. Download ShareChat.